Namaskaram, welcome to another video of Talking with Can. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ കാനഡയിലെ ഉള്ളിലിരിക്കുന്ന ഒരാൾക്ക് അവരുടെ മാതാപിതാക്കളെ കാനഡയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. സോ വിഷ്ണു, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു വർക്ക് പെർമിറ്റ് ഹോൾഡർ ആവട്ടെ, സ്റ്റഡി പെർമിറ്റ് ഹോൾഡർ ആവട്ടെ, PR ഹോൾഡർ ആവട്ടെ, ഇവർക്ക് എന്തൊക്കെ ഓപ്ഷനാണ് ഉള്ളത് ഇവരുടെ പാരൻസിനെ കാനഡയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ? സോ ഇപ്പോൾ ഒരാൾ ടെമ്പററി വിസ സ്റ്റേറ്റസിലാണ് ഒരേ ഒരു ഓപ്ഷനെ ഉണ്ടാവാറുള്ളൂ, അതാണ് നമ്മുടെ വിസിറ്റർ വിസ. സോ ഇപ്പോൾ ഒരു കോൺവൊക്കേഷനിൽ ഒരു കൊച്ചിൻ്റെ ലൈക്ക് അച്ഛനും അമ്മയും വരാൻ ഒരു ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിന് ചെയ്യേണ്ടത് ഒരേ ഒരു ഓപ്ഷൻ വിസിറ്റർ വിസ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരാൾ PR സിറ്റിസനോ ആണെങ്കിൽ അവർക്ക് 3 ഓപ്ഷൻ കിട്ടും. ഒന്ന് വിസിറ്റർ വിസ, സോ അവരുടെ ഫാമിലിയോ പാരൻസോ ആരെങ്കിലും അവരെ കൊണ്ടുവരാണെങ്കിൽ അവർക്ക് വിസിറ്റർ വിസ വെക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അവർക്ക് സൂപ്പർ വിസ വെക്കുക ഇഫ് ദേ ഫുൾഫിൽ ദ എലിജിബിലിറ്റി ഫൈനാൻഷ്യൽ റിക്വയർമെന്റ്. സോ അവരുടെ ലാസ്റ്റ് ഇയറിന്റെ ഇൻകം 40,000 അല്ലെങ്കിൽ ആസ് പെർ ദ CIC കറന്റ് അപ്ഡേറ്റ് അതിന്റെ മേലെ ആണെങ്കിൽ അവർക്ക് സൂപ്പർ വിസ അപ്ലൈ ചെയ്യും. സൂപ്പർ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് 5 വർഷത്തെ ഇവിടെ സ്റ്റേ പീരീഡ് കൊടുക്കും. അതിൽ വലിയൊരു കാര്യം എന്ന് പറയുന്നത് അത് PR അല്ലെങ്കിൽ സിറ്റിസൺ ആയ ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് ഡയറക്റ്റ്ലി PR സ്പോൺസർഷിപ്പ്. സോ കാനഡയുടെ ഉള്ളിൽ PR സ്പോൺസർഷിപ്പിന്റെ ഒരു കാറ്റഗറിയാണ് പാരന്റൽ PR സ്പോൺസർഷിപ്പ്. അതിൽ ഒരാളുടെ ഫൈനാൻഷ്യൽ റിക്വയർമെന്റ് ഓഫ് ലാസ്റ്റ് 3 years മീറ്റ് ചെയ്യുകയാണെങ്കിൽ, അവരുടെ എലിജിബിലിറ്റി ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ മാതാപിതാക്കളെ ഇവിടെ PR ആയിട്ട് കൊണ്ടുവരാം. സോ അതാണ് മൂന്നാമത്തെ വഴി. അത് PR സിറ്റിസനോ ഉള്ള ആൾക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ വിഷ്ണു പറഞ്ഞ മാതിരി ഇപ്പം നമ്മുടെ കയ്യിൽ 3 പാത്വേസ് ആണുള്ളത്. അതായത് വിസിറ്റർ വിസ, സൂപ്പർ വിസ, പിന്നെ PR സ്പോൺസർഷിപ്പ്. ഇത് 3ന്റെയും റിക്വയർമെന്റും പിന്നെ ഈ 3 പ്രോസസ് ത്രൂ ഒരു പാരന്റ് ഇവിടെ വന്നാൽ എത്ര കാലം വരെ കാനഡയുടെ ഉള്ളിൽ നിൽക്കാം? സോ ഇപ്പോൾ നമ്മളൊരു വിസിറ്റർ വിസയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് സെയിം ആണ്. ഇപ്പോൾ ഒരാൾ സിറ്റിസൺ ആയിട്ട് വിസിറ്റർ വിസയ്ക്ക് അപ്ലൈ ചെയ്താലും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് ആണെങ്കിലും റിക്വയർമെന്റ് ആ സെയിം. ബിക്കോസ് അത് ആപ്ലിക്കന്റിന്റെ മേലെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്. പറഞ്ഞാൽ ആപ്ലിക്കന്റ് നീഡ് ടു പ്രൂവ് അവർ വരുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്, അവർ എത്ര ദിവസം താമസിക്കും, അവർ തിരിച്ചു പോവുകയോ ഇല്ലയോ, ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഇല്ലയോ, ഫാമിലി സ്ട്രെങ്ത് കാനഡയിനുള്ളിലാണോ കൂടുതൽ അല്ല കാനഡയുടെ വെളിയിലാണോ കൂടുതൽ, അതിൽ കുറേ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യും ഓൺ വിസിറ്റർ വിസ. അതുകൊണ്ട് വിസിറ്റർ വിസേന്റെ റിഫ്യൂസൽ എപ്പോഴും കൂടുതലാണ്. ആൻഡ് ഒരാൾ ഇപ്പോൾ വിസിറ്റർ വിസയിൽ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ 6 മാസം വരയ്ക്ക് താമസിക്കാൻ പറ്റുള്ളൂ. 6 മാസം കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർ കാനഡയുടെ വെളിയിൽ പോകണം, തിരിച്ചും വരാം അത് കഴിഞ്ഞിട്ട്. പക്ഷെ അത് അല്ലെങ്കിൽ അവർക്ക് വിസിറ്റർ വിസ എക്സ്റ്റൻഷൻ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സൂപ്പർ വിസ. സൂപ്പർ വിസേന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് വിസിറ്റർ വിസമായി തന്നെയാണ്. പക്ഷേ അതിൽ ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൽ ഇൻഷുറൻസ് എടുക്കണം. 1 million ഇൻഷുറൻസ് എടുക്കണം ഫ്രം എ കനേഡിയൻ കമ്പനി. സോ ദാറ്റ് ഇപ്പോൾ ഒരാൾ മാതാപിതാക്കളുടെ വരികയാണെങ്കിൽ അവരുടെ ഹെൽത്തിന് കവർ ചെയ്യാനുള്ള 1 million ഇൻഷുറൻസ് ആണ്. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ആപ്ലിക്കന്റിന്റെ പ്രൊഫൈൽ നീഡ് ടു ബി സ്ട്രോങ്. ലൈക്ക് ഓക്കെ, അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു റവന്യൂ നാട്ടിലുണ്ട്, അവർ തിരിച്ചു പോകുന്ന കാണിക്കണം. പക്ഷെ ഇവിടെ സ്പോൺസർ ചെയ്യുന്ന ആളുടെ കൂടിയിട്ടാണ് ഇൻകം നോക്കുക. സോ ഇവിടുന്ന് സ്പോൺസർ ചെയ്യുന്ന ഒരാളുടെ ഇൻകം ശരിയാണ് ആൻഡ് ദേ ആർ capable of taking care of their parents, then they can apply for super visa. Super visa ന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് 6 മാസത്തെ മാതിരി ഒരു ഡ്യൂറേഷൻ ഇല്ല. അത് വേണമെങ്കിൽ ഒരാൾക്ക് സ്ട്രേറ്റ് 5 കൊല്ലം വരെ ഈ കാനഡയിൽ താമസിക്കാം. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ PR സ്പോൺസർഷിപ്പ്. PR സ്പോൺസർഷിപ്പിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 3 കൊല്ലം ഒരു PR സിറ്റിസനോ ആണെങ്കിൽ അവരുടെ ഇൻകം 3 കൊല്ലം വരെ ഒരു അബൌവ് ദ മിനിമം റിക്വയർമെന്റ് ആയിരിക്കണം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫാമിലി മെമ്പർ. അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് CIC അപ്ഡേറ്റ്സിലും കാണാം, CIC ന്യൂസിലും ഉണ്ട്, അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ മതി ഫൈനാൻഷ്യൽ റിക്വയർമെന്റ് ഫോർ ദ PR സ്പോൺസർഷിപ്പ് ഫോർ പാരൻസ്. അത് നമ്മൾക്ക് കാണാം. 3 വർഷം വരെ ഫൈനാൻഷ്യൽ റിക്വയർമെന്റ് മീറ്റ് ആവുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയാണെങ്കിൽ PR-ന് വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇടാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു വട്ടം PR കിട്ടിക്കഴിഞ്ഞാൽ then again it's same like how anyone else living here, ഒരു ഡ്യൂറേഷനും ഒന്നുമില്ല, അവർക്ക് എത്ര കാലം വേണമെങ്കിലും കാനഡയിൽ താമസിക്കാം. ഇതിന്റെ പ്രോസസ്സിംഗ് ടൈം എങ്ങനെ? ഇതെല്ലാം പാരൻസിനെ കാനഡയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് പ്രോസസ്സിംഗ് ടൈം എല്ലാവരും സിമിലർ ആണോ അതോ വ്യത്യാസമുണ്ടോ? ഇതിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ വിസിറ്റർ വിസ പറയുകയാണെങ്കിൽ 30 days to 90 days ഡിപ്പെൻഡിങ് അപ്പോൺ ഏത് കൺട്രിയിൽ നിന്ന് അപ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, പക്ഷെ അവർ UAE-ലാണ്. അപ്പോൾ പ്രോസസ്സിംഗ് ടൈം ഫോർ ദ വിസിറ്റർ വിസ കൺസിഡർ ഫ്രം ദ UAE കൺട്രി വിച്ച് ഇസ് അറൌണ്ട് 45 days to 60 days ആസ് ഓഫ് ടുഡേ. സൂപ്പർ വിസ പറയുകയാണെങ്കിൽ അത് കുറേ ഫാസ്റ്റാണ്. 20 ദിവസം തുടങ്ങി 30 ദിവസത്തിനുള്ളിൽ അപ്രൂവൽ വരാറുണ്ട്. വെറാസ് ഇപ്പോൾ നമ്മളൊരു PR സ്പോൺസർഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ
ഒന്ന് നമ്മൾ PR പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, ആദ്യത്തെ കാര്യം. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 1.5 to 2 വർഷം വരെ പിടിക്കും, ചില കേസസിൽ 3 വർഷം വരെ പിടിക്കാറുണ്ട് ടു ഗെറ്റ് ദ PR കാർഡ് ഇൻ ഹാൻഡ്. സോ നമ്മുടെ അടുത്ത് ക്ലയൻസ് ഉണ്ട് ഹൂ ഗോട്ട് ആൻ അപ്രൂവൽ ഫോർ 1.5 years, ബട്ട് അത് ചില ക്ലയൻസ് ഉണ്ട് അവർക്ക് ചിലപ്പോൾ 3 കൊല്ലം വരെ പിടിക്കാറുണ്ട് പ്രോസസിങ് ടൈം. സോ എപ്പോഴും ആപ്ലിക്കേഷൻ പ്രോപ്പർലി സബ്മിറ്റ് ആയാൽ പ്രോസസിങ് വുഡ് ബി ദ ഫാസ്റ്റർ. ബട്ട് ഇപ്പോൾ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് മിസ്സിംഗ് ആണെങ്കിൽ ദ പ്രോസസിങ് ടൈം ക്യാൻ ഗോ എക്സീഡ് ടു മച്ച് ലാഗിങ്. 3 വർഷം വരെ ആപ്ലിക്കേഷൻ ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലയന്റും ഇപ്പൊ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ടു റൂൾ ഔട്ട് എന്താണ് അവരുടെ ആപ്ലിക്കേഷൻ സംഭവിക്കുന്നത്. സോ ഈ വിസിറ്റർ വിസയായി സൂപ്പർ വിസയായി ഇതിനെ നമുക്ക് ഒരു കാറ്റഗറിയിൽ വെക്കാം. PR സ്പോൺസർഷിപ്പ് ആണ് ഇതിൽ വേറെ ഒരു കാറ്റഗറി വരുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ സൂപ്പർ വിസയും വിസിറ്റർ വിസയും മാതിരി നമ്മൾ എല്ലാ ഫയൽസും പ്രിപ്പയർ ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്ത് CICക്ക് സബ്മിറ്റ് ചെയ്യണോ, അതോ നമ്മളിപ്പോൾ എക്സ്പ്രസ് എൻട്രി മാതിരി ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണോ? എങ്ങനെയാണ് അതിന്റെ ഒരു എലിജിബിലിറ്റി, നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്ലൈ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ സൂപ്പർ വിസ അല്ലെങ്കിൽ വിസിറ്റർ വിസ എന്ന് പറയുന്നത് അതൊരു ടെമ്പററി റെസിഡന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അതിന്റെ അർത്ഥം നമുക്കിത് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ദർ ഇസ് നോ ടൈം ലിമിറ്റ് ഓൺ ദാറ്റ്. സോ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം, വേണമെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞ് ചെയ്യുക, അത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പൊ നമ്മളൊരു PR സ്പോൺസർഷിപ്പ് നോക്കുകയാണെങ്കിൽ അതൊരു ലക്കി ഡ്രോ ആണ്. പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് അച്ഛനും അമ്മേനെയും PR സ്പോൺസർഷിപ്പ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അത് നടക്കില്ല. ബിക്കോസ് ഈ വർഷത്തെ PR സ്പോൺസർഷിപ്പ് ഫോർ ദ പാരന്റ്സ് ആർ നോട്ട് ഈവൻ ഓപ്പൺ. അത് ചിലപ്പോൾ ഓപ്പൺ ആവാൻ പോണത് യൂഷ്വലി ഒരു വർഷത്തിന്റെ എൻഡിലായിരിക്കും അത് ഓപ്പൺ ആവുക. അത് ഓപ്പൺ ആവുന്നതിന് മുമ്പ് അവർ ചോദിക്കാറുണ്ട്. സോ CICന്റെ ന്യൂസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ വി വിൽ കീപ് യു പോസ്റ്റഡ്. ആ ടൈമിൽ അവർ ഒരു പ്രൊഫൈൽ ഒരു പൂളിൽ അവർ നോർമൽ ഇൻഫർമേഷൻ വെച്ചിട്ട് അവർ എൻ്റർ ചെയ്യണം. ഒരു 30 തുടങ്ങി 60 ദിവസത്തിനുള്ളിൽ ഡ്രോ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് ഇമെയിൽ വരുമ്പോൾ ഫുൾ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. പക്ഷെ അതിന്റെ പ്രോസസ്സിംഗ് ടൈം 2 കൊല്ലം തുടങ്ങി 3 കൊല്ലം വരെ പോകും. ഓക്കെ, എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പം അറിയാം ഒരു അറ്റ്ലീസ്റ്റ് 3 വഴി നിങ്ങളുടെ പാരൻസിനെ കാനഡയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട വഴികൾ: വിസിറ്റർ വിസ, സൂപ്പർ വിസ, പിന്നെ PR സ്പോൺസർഷിപ്പ്. ഏതൊരു പ്രോസസ്സ് എടുക്കുകയാണെങ്കിലും അതിന് അതിൻ്റെതായ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കൊരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, അതായത് RCIC അല്ലെങ്കിൽ ഒരു ലോയറിനെ അപ്രോച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യണം എന്ന് വെച്ചാൽ CIC വെബ്സൈറ്റ് റെഫർ ചെയ്താൽ മതി, അല്ലെങ്കിൽ CICയുടെ ഹെൽപ്പ് ലൈനിനെയും വിളിക്കാവുന്നതാണ്. എന്തായാലും നമ്മുടെ പാരൻസ് എല്ലായ്പ്പോഴും നമ്മുടെ ആവശ്യത്തിന് കുട്ടിക്കാലം തുടങ്ങിയിട്ടേ നമ്മുടെ കൂടെയുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കാനഡയ്ക്ക് തന്നെ വിളിച്ചു കളയാം. ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ്. താങ്ക് യു.